കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ജനപങ്കാളിത്തമോ ആഘോഷങ്ങളോ ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളോടെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. തലശ്ശേരിയിലെ ജില്ലാ രജിസ്ട്രാർ ജനറൽ സച്ചിൻ കൃഷ്ണ മുൻപാകെയാണ് അദ്ദേഹം തന്റെ നാമനിർദ്ദേശ പത്രിക കൈമാറിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇടതുപക്ഷ മുന്നണിയിലെ പ്രമുഖ നേതാക്കളുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CPI നേതാവ് CN ചന്ദ്രൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണ വേളയിൽ അദ്ദേഹത്തോടൊപ്പം സന്നിഹിതരായിരുന്നു. മുന്നണിയിലെ ഐക്യവും കരുത്തും വിളിച്ചോതുന്ന രീതിയിലായിരുന്നു നേതാക്കളുടെ ഈ ഒത്തുചേരൽ. ധർമ്മടം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് അദ്ദേഹം ഇത്തവണയും ജനവിധി തേടുന്നത്. ധർമ്മടം മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ഇവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ജനകീയ പദ്ധതികളും വോട്ടായി മാറുമെന്നും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ഭരണത്തിന്റെ തുടർച്ച ലക്ഷ്യമിടുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പത്രികാ സമർപ്പണം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ബൂത്ത് തലം മുതൽ ശക്തമായ സംഘടനാ സംവിധാനമാണ് ധർമ്മടത്ത് LDFനുള്ളത്. പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ വികസന നയങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. എതിരാളികൾ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ തങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. ചുരുക്കത്തിൽ ധർമ്മടം മണ്ഡലം വീണ്ടും ഒരു ചരിത്ര വിജയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നത്.